എന്താ പറയേണ്ടത്, ധന്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ഒരു മഹാകവിയെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാനും മറ്റൊരു കവിക്ക് അവാർഡ് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഏതാനും കാര്യങ്ങൾ പറയാനും സാധിക്കുക കവിതയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ്. മഹാകവി ഉള്ളൂരിനെ കുറിച്ച് ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ട സന്ദർഭമല്ല ഇത്. എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ. നമ്മൾ കൂടുതൽ ഉള്ളൂരിനെ വായിക്കും തോറും മലയാളികൾ മനസ്സിലാക്കാൻ വൈകിപ്പോയ ഒരു കവിയാണ് ഉള്ളൂരെന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്തൊക്കെ നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ പദസഞ്ചയം വളരെ മോശമായിരിക്കുന്ന സമയത്ത് ഉള്ളൂരിനെ വായിച്ചാൽ ഉള്ളൂർ വഴങ്ങിത്തന്നു എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് പ്രായമാകുന്നതോറും നമ്മൾ കൂടുതലൊക്കെ വായിക്കുകയും ഇത്തിരി നമ്മുടെ പദകോശമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞോ ഈ ദുർഗ്രഹത കൊണ്ടോ മാറ്റിവെച്ചിരുന്ന ഉള്ളൂർ കവിതകൾ നമ്മളോട് കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഒരാളുടെ പദാവലി മറ്റ് പല കവികളിലും ഒരുപക്ഷെ നമുക്ക് ഇത്രയും കാണാൻ സാധിക്കാത്ത ഒരു വലിയ ആസ്തിക്യ നൈതിക ബോധം, ഉള്ളൂർ കവിതയുടെ അടിപ്പടമാണ്. ഓരോരുത്തർ കവിത എഴുതുന്നതിന്, ഇപ്പോൾ മഞ്ജു പിള്ളായിനെ എഴുതുന്നതിനും ഞാൻ എഴുതുന്നതിനും ഏതൊരു കവി എഴുതുന്നതിനും ആ കവിക്ക് കവിയുടേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. എനിക്കെന്തോ പറയാനുണ്ട്. ആ പറഞ്ഞ കാര്യം വലുതോ ചെറുതോ നിസ്സാരമോ ഗൗരവതരമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ എനിക്കെന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണല്ലോ എഴുതുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മസംഘർഷത്തിന്റെ മുദ്രകളായിരിക്കും വായനക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ആ ആത്മസംഘർഷത്തിലൂടെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം കാണിച്ചു തരാൻ സാധിക്കും. ആശാന്റെ കവിതയെ സംബന്ധിച്ചിടത്തോളം അതാണ് ആത്മസംഘർഷം എന്ന് പറഞ്ഞാല് ഉള്ളൂരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വലിയ ജനതയുള്ളൂ വായനക്കാർ. ഉള്ളൂരിനെ വായിച്ചാൽ മനസ്സിലാവും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരും മോശക്കാരല്ല. അവരിലേക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെ സന്തോഷമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസംഗ മര്യാദയാണ്. വളരെ അസംതൃപ്തിയിലും അല്ലെങ്കിൽ സന്തോഷമില്ലാതെയായിരിക്കും നിൽക്കുന്നത്. എന്നാലും ഒരു പ്രസംഗ മര്യാദയില് വളരെ സന്തോഷമാണ് എന്ന് പറയും. സന്തോഷവാസമൊക്കെ ഇല്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചടങ്ങിൽ. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ അവാർഡ് ഉള്ളൂരിന്റെ പേരിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷപ്രദം തന്നെയാണ്. ഈ ചടങ്ങിന്റെ ഒരു ആന്തരികമായ ഒരു ഊർജം ഉള്ളൂരിന്റെ സ്മരണ നമുക്ക് ഉണർത്തി തരുന്നു. അതിനേക്കാൾ ഉപരി ഈ അവാർഡ് കൊടുക്കുന്നത് മഞ്ജു വെള്ളായണിക്കാണ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ആ യോഗ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ എന്റെ ഒരു കവിത സി ഹസൻ, ഞാൻ പോലും മുമ്പ് എഴുതി മറന്നുപോയ ഒരു കവിത അതിസുന്ദരമായിട്ട് സി ഹസൻ സാർ ചൊല്ലി. കേട്ടോണ്ടിരുന്നു. ഞാൻ അതിശയിച്ചു. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഹസൻ സാറ് മരിച്ചുപോയി. എനിക്ക് പിന്നീട് അദ്ദേഹവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ ചടങ്ങ് വെച്ച സമയത്ത് എനിക്ക് ചില അസൗകര്യങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹസൻ സാറിന്റെ പേരിലുള്ള അവാർഡ് എനിക്ക് ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മബന്ധം ഇവിടെ സൂചിപ്പിക്കാൻ കഴിയും. ഈ അവാർഡ് മഹാകവി ഉള്ളൂരിന്റെ പേരിൽ അവാർഡ് കിട്ടിയതിനു ശേഷം ചിലര് സ്നേഹപൂർവ്വം എന്നോട് ചോദിച്ചു, ഈ ജലജമന്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് ഭൂഖണ്ഡത്തിലാണ്? അത് ഏത് രാജ്യത്താണ്? അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിശയിച്ചു പോയതാണ്. ഞാൻ എപ്പോഴും എന്റെ ഭാവനയിൽ നിന്നിട്ട ഒരു പേരാണ് ജലജമന്തി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എല്ലാ ഭൂഖണ്ഡത്തിലും എല്ലാ മനുഷ്യരിലും ഉണ്ട്. കാരണം നമ്മൾ ജനിച്ചത് മുതൽ ഒടുവിൽ ഭൂമി വിട്ടുപോകുന്നത് വരെ സദാസമയവും കണ്ണുനീരിൽ നിൽക്കുന്ന നമ്മുടെ കണ്ണുകൾ തന്നെയാണ്, മനുഷ്യന്റെ കണ്ണുകൾ തന്നെയാണ് ജലജമന്തി. കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പി സാറ് എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുമ്പ് ഈ മഹാകവി ഉള്ളൂരിന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് 5000 രൂപയായിരുന്നു
എന്തായാലും മഞ്ജുവിന് 25,000 രൂപ കിട്ടുന്നുണ്ടല്ലോ, വളരെ സന്തോഷം. അപ്പം ശ്രീ എഴുമറ്റൂർ അദ്ദേഹത്തിന് മുമ്പ് ഇത് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഞങ്ങൾ അടുത്തടുത്താണ് ഇരുന്നത്. എനിക്ക് പക്ഷെ ഈ ഒരു കാര്യം ഇതിനു മുമ്പ് മഹാകവി ഉള്ളൂർ അവാർഡ് കിട്ടിയ ആളിന്റെ അടുത്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞപ്പോഴാണ്, റിലീസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എനിക്ക് തോന്നി കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നൊരു ചൊല്ല് നമ്മളെല്ലാവരും നിത്യേന പറയാറുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് തോന്നുന്നത് ഒരു പഴഞ്ചൊല്ലാണ്, കിട്ടാത്തതെല്ലാം നമുക്ക് പുളിക്കും അല്ലെങ്കിൽ നമ്മൾ പുച്ഛിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന മുന്തിരിങ്ങയും ഉണ്ട്, കിട്ടാത്ത മുന്തിരിങ്ങയും. അതിന് കിട്ടുന്ന ജീവിതവും ഉണ്ട്, നമുക്ക് കിട്ടാത്ത ജീവിതവും. നമ്മൾ എപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് കിട്ടാത്ത ജീവിതത്തെ കുറിച്ച്. അതിനൊരു മാധുര്യമുണ്ട് ആ കിട്ടാത്ത ജീവിതത്തിൽ. കവികളും എഴുത്തുകാരും ഒക്കെ ഈ കിട്ടാത്ത ജീവിതത്തെ എന്ത് ചെയ്യുന്നു? കവിതയിലൂടെ എഴുതി സമാധാനപ്പെടുന്നു. ചിത്രകാരന്മാര് തങ്ങൾക്ക് കിട്ടാത്ത, അനുഭവിക്കാൻ പറ്റാത്ത ജീവിതത്തെ വരച്ചു തീർക്കും. സംഗീതജ്ഞര് അങ്ങനെയുള്ള ജീവിതത്തെ പാടി തീർക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എന്റെ മുത്തശ്ശനെ പറ്റി കമ്പാസാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് എന്റെ വേറൊരു പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 25,000 രൂപ വാങ്ങി, ഈ 25,000 രൂപയോ ഇവിടെ ഇരിക്കുന്ന ശില്പമോ അല്ല. മഹാകവി ഉള്ളൂർ എന്ന് പറഞ്ഞത് പറയുന്നത് കമ്പാസാറും ജയകുമാർ സാറും എഴുമറ്റൂരും ഉണ്ണിസാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതൊരു വലിയ പൈതൃകമാണ്, ഒരു വലിയ പാരമ്പര്യമാണ്. ആ ഒരു വലിയ പൈതൃകവും അനുഗ്രഹവും കൃപയുമാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. അപ്പൊ ഇത് എനിക്ക് ഏറ്റുവാങ്ങിയിട്ട് എനിക്ക് അതിന് വലിയ വിഹിതമൊന്നുമില്ല. ഇത് പലർക്കും കൊടുക്കാനുള്ളതാണ്. കാരണം ഒന്ന് എന്റെ മുത്തശ്ശൻ തന്നെയാണ്. എന്റെ അമ്മയ്ക്ക് 6 വയസ്സുള്ളപ്പോഴും 36ാമത്തെ വയസ്സിലാണ് എന്റെ മുത്തശ്ശൻ മരിച്ചുപോയി. അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായി. ഒരു പനി വന്നങ്ങ് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം അന്ന് ഇതുപോലെയുള്ള നമ്മുടെ ഷെഫുകളൊന്നുമില്ല, ഒരു ട്രെൻഡ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ നന്മയാണ്. എന്റെ ഗ്രാമത്തിന്റെ ഒരു വലിയ നന്മയാണ്, എന്റെ സുഹൃത്തുക്കളുടെ ഒരു നന്മയാണ്, എന്റെ ബന്ധുക്കളുടെ ഒരു നന്മയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവരങ്ങനെയാണ് ചോദിച്ചില്ലെങ്കിൽ അയാളെ എഴുതിയ അയാൾക്ക് കൊള്ളാം. അയാളിപ്പോ 20,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയാൽ അയാൾ കൊണ്ടുവന്ന് ബാങ്കിൽ ഇടുവായിരിക്കും എന്നൊന്നും ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിന്റെ ഉള്ളൂർ മഹാകവികളും സാഹിത്യ നായകരും ഒക്കെ സാക്ഷ്യം വഹിക്കുന്ന ഇവിടെ മഹാരഥന്മാരായ സാഹിത്യ നായകരിരിക്കുന്ന ഈ വേദിയിൽ നിങ്ങളെപ്പോലെ ജീവിതത്തിന്റെ വ്യത്യസ്തതയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നിടത്ത് അവരത് ഇത്രയും സമയമൊന്നും ക്ഷമിച്ചിരിക്കില്ല. കാരണം ഒന്നാമത് ബക്രീദ് നാളെയാണ്, ഇന്നൊരു അവധിയിലെ മൂടാണ്. അപ്പൊ അതിന്റെ ഇത്രയും സമയമൊക്കെ വന്ന് കവിതയ്ക്ക് വേണ്ടിയും ഉള്ളൂരിന് വേണ്ടിയാണെങ്കിലും എനിക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലുള്ള ഒരുപാട് ഓഹരി ഞാൻ എവർക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. മുത്തച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്നവര്, എന്നെ കുറിച്ച് തിരക്കുന്നവര്, എഴുതുന്നില്ലെന്ന് ചോദിക്കുന്നവര്, ഇതൊക്കെ വലിയൊരു മൂലധനമായി ഞാൻ കണക്കാക്കുന്നു. അപ്പൊ പലരും ഈ പാട്ടുകളൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങി, എന്തുകൊണ്ട് യൂട്യൂബ് തുടങ്ങിയില്ല എന്ന് ചോദിച്ച് എന്നെ ആ രംഗത്തേക്കും വലിച്ചിറങ്ങി കൊണ്ടുപോയി. അത് എന്റെ പ്രിയപ്പെട്ടവരാണ്, സ്നേഹമുള്ളവരാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായി എന്ന് ചോദിച്ചാല് എന്റെ നാട്ടിലെ ആറ്റുകാലിലെയും വെള്ളായണിയിലെയും ഒക്കെ ഗാനങ്ങളൊക്കെ പലയിടത്തേക്കും എത്തി. അപ്പൊ എനിക്കും ഒരാഗ്രഹമുള്ളൂ, ആറ്റുകാല് പോലെ എല്ലാ രീതിയിലും ഗിന്നസ് ബുക്കിൽ കയറാൻ എല്ലാം കൊണ്ടും അർഹതയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ വെള്ളായണി ക്ഷേത്രം. കാരണം ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം ഉണ്ടായിരുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണത്. പിന്നെ അവിടെ വാഹനങ്ങളൊന്നുമില്ല, മനുഷ്യന്റെ ചുമലിലും തലയിലും ഇരുന്നാണ്
ദേവി രാവും പകലും സഞ്ചരിക്കുന്നത് 10-60 ദിവസത്തെ ഉത്സവം, വഴികള്, ഊടുവഴികള്, ഒരു സാധാരണ ആളിന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഇതില് ഒരു മഹാദേവി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഗ്രാമത്തിന്റെ ഒരിതാണ്. അപ്പൊ അടുത്ത കാലഘട്ടത്തിലെങ്കിലും ഇത് ഗിന്നസ് ബുക്കിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഒരുപാട് പേര്, എന്റെ ബന്ധുക്കള്, സുഹൃത്തുക്കൾ, അതുപോലെ എന്റെ ശിഷ്യഗണങ്ങൾ, ഞാൻ മുമ്പ് പഠിപ്പിച്ച ഒരുപാട് ശിഷ്യരുണ്ട്. അവരൊക്കെ ഇന്നും അതേപോലെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരൊക്കെ എന്നെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ചേർത്ത് വീസൊക്കെ ഉണ്ടാക്കി ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഇത്രയും കവിത്രയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയുടെയായ ഉള്ളൂരിന്റെ പേര്, മഹാകവി ഉള്ളൂരിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഞാൻ ഏറ്റുവാങ്ങി. നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിന് നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും, അതൊരു വേദിയിലെ എല്ലാവരുടെയും അനുഗ്രഹവും ഞാൻ ഏറ്റുവാങ്ങി. അവര് പറഞ്ഞ പ്രശംസയുടേതൊക്കെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നെങ്കിലും അതിന് ഞാൻ അഭിമാന വിജൃംഭിതനാകുന്നില്ല. കാരണം ഇനിയും കുറെ ദൂരം, അവർ പറഞ്ഞതുപോലെ ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അതിനൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു പ്രചോദനവും കരുത്തും ഊർജവും ഒക്കെ ഉണ്ടാകണം. പിന്നെ ഇതൊരു പിറന്നാൾ കേക്ക് പോലെയാണ്. ആ പിറന്നാൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കേക്കില്ല. അതേപോലെ ഈ അവാർഡ്, ഇത് നൽകുന്ന അനുഗ്രഹവും കൃപയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വേദിയിലുള്ളവർക്കും നിങ്ങൾക്ക് എല്ലാം വീതിച്ചു നിന്നുകൊണ്ട് അതിൽ ഒരു കഷ്ണം മാത്രം ഞാൻ എടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.